ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന നഴ്സസ് ആണെങ്കിൽ ഏത് ടൈമിൽ ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യണം. സോ ഇതിൻ്റെ ഒരു ആൻസർ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓസ്ട്രേലിയൻ നഴ്സിംഗ് രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ എന്നൊരു കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ, ആ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒത്തിരി നഴ്സസിൻ്റെ എൻക്വയറി വരാറുണ്ട്. പലർക്കും എവിടെയാണ് ഈ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് കിട്ടുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഫുൾ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഐഡിയയും ഇല്ലാതെ പല നഴ്സസും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ കോൺടാക്റ്റ് ചെയ്യുന്നവർ ചിലപ്പോൾ ഓൾറെഡി NCLEX ക്ലിയർഡ് ആയിരിക്കാം, ചില ആളുകൾ ഇനീഷ്യൽ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റക്കായി നിൽക്കുന്നവരുണ്ടായിരിക്കാം, ചിലർ വേറെ കൺസൾട്ടൻസിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോസസ്സ് ലൈക്ക് OSCE വിസ മുതലുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഗൈഡൻസ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവരായിരിക്കാം. സോ ഇങ്ങനെയുള്ള നഴ്സസൊക്കെ നമ്മളെ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്. നമ്മൾ ഇപ്പോഴാണ് പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഡെസ്മ ത്രൂ അറിഞ്ഞത്, സോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ ഒക്കെ ചോദിച്ചിട്ട് നമ്മളടുത്ത് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന നഴ്സസിന് വേണ്ടിയിട്ടുള്ള ഒരു അഡ്വൈസ് ആണ്. APRA രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ പ്രോസസ്സോ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ ഡെസ്മ ഇൻ്റർനാഷണലെ കോൺടാക്റ്റ് ചെയ്യുക. കാരണം നമുക്കപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഗൈഡൻസ് തരാനായിട്ട് സാധിക്കും. അതല്ലാതെ നിങ്ങളിപ്പോൾ ഓൾറെഡി NCLEX ക്ലിയർ ചെയ്തു, പിന്നെ നമ്മുടെ അടുത്ത് വരുമ്പോൾ കുറേ ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ടിലാണെങ്കിലും കുറേ കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഗൈഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. നിങ്ങൾ ഓൾറെഡി ഫണ്ട് അതിനെക്കുറിച്ചൊന്നും ചിലപ്പോൾ അവെയർ ആയിരിക്കണം എന്നില്ല. വിസിറ്റിംഗ് വിസ പോകുന്ന സമയത്ത് ഓസ്ട്രേലിയൻ്റെ പ്രോസസ്സ് ചെയ്യാനായിട്ട് ഫണ്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവരായിരിക്കും. അതുകൊണ്ട് തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് നിങ്ങൾ ഡിസിഷൻ എടുത്തതിന് ശേഷം ഒരു ഏജൻസീനെ കോൺടാക്റ്റ് ചെയ്യണം. അതായിരിക്കും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഒരു കാൻഡിഡേറ്റ് നമ്മളടുത്ത് റീസെൻ്റ്ലി കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ NCLEX വേറെ ഏതോ ഒരു തേർഡ് പാർട്ടി വഴി കംപ്ലീറ്റ് ചെയ്തു ഓസ്ട്രേലിയയുടെ. അതിനുശേഷമുള്ള പ്രോസസ്സ് അവർ ചെയ്യുന്നില്ല. സോ വിസ മുതലുള്ള, അതായത് OSCE വിസ മുതലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവരുടെ പ്രൊഫൈൽ നോക്കിയപ്പോൾ ഫണ്ടിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ ബാക്കി ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ടാണെങ്കിലും ഫസ്റ്റ് ചെയ്ത സമയത്ത് ഇവർക്ക് ഒരു അവയർനെസ്സും ഉണ്ടായിരുന്നില്ല. ഓസ്ട്രേലിയയുടെ പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിസിറ്റിംഗ് വിസയുടെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു എലിജിബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ഷോ മണി കാണിക്കാൻ പറ്റുമോ, മെച്യൂരിറ്റി ഉള്ള ഫണ്ടാണോ, അത് സോഴ്സ് ഉണ്ടോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഓസ്ട്രേലിയയുടെ പ്രൊഫൈൽ തന്നെ എടുക്കാനായിട്ട് സാധിക്കുക. സോ ഇതിൻ്റെ ഒന്നും ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിസ ഡിസിഷനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രോസസ്സ് പ്ലാൻ ചെയ്യുന്നവർ അറ്റ് ദ ഏർലിയസ്റ്റ് ചെയ്യുക. ഇതുപോലെ പല ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾക്കത് കുറച്ചുകൂടി ടൈം എടുക്കുന്ന ഒരു പ്രൊസീജിയറായിട്ട് വരും. ചില കാൻഡിഡേറ്റ്സിനൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് പേ ചെയ്തത് അത് റോങ് ആപ്ലിക്കേഷനായിട്ട് പോയിട്ട് ഏകദേശം $410 ഓസ്ട്രേലിയൻ ഡോളറൊക്കെ നഷ്ടം വന്ന കാൻഡിഡേറ്റ്സും ഉണ്ട്. സോ അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ചെയ്യുന്നൊരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതായത് ഇനിഷ്യൽ സ്റ്റേജ് മുതൽ ഫൈനൽ സ്റ്റേജ് വരെ ചെയ്യുന്ന ഒരു ഏജൻസിനെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഡെസ്മ തന്നെയല്ല, അല്ലാതെ നിങ്ങൾ ആരെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെയും ഓസ്ട്രേലിയൻ പ്രോസസ്സ് ചെയ്യുന്ന കൺസൾട്ടൻസി ആണെങ്കിൽ ഇനിഷ്യൽ മുതൽ PR വരെ ചെയ്യുമെന്ന് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് സ്റ്റക്കാവും. നിങ്ങളുടെ പ്രോസസ്സ് ചിലപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കൂടുതൽ അവയർനെസ്സോ അല്ലെങ്കിൽ ഫണ്ട് റിലേറ്റഡ് കാര്യങ്ങളോ ഒന്നും നിങ്ങൾ അവെയർ അല്ലാത്തത് കൊണ്ട് നിങ്ങളുടെ വിസയ്ക്ക് ചിലപ്പോൾ റോങ് ഡിസിഷനോ അല്ലെങ്കിൽ റെഫ്യൂസലോ കാര്യങ്ങളോ വരാനുള്ള ചാൻസസും ഉണ്ട്. നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ചെക്ക് ചെയ്ത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് വിസയുടെ കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഒരു എക്സ്പേർട്ട് ഗൈഡൻസ് ഓസ്ട്രേലിയൻ പ്രോസസ്സിന് അത്യാവശ്യമാണ്. പലരും നമ്മളെ ഇടയ്ക്ക് വെച്ച് കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള നഴ്സസിനെ ഒന്നും നമ്മൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റാറില്ല. ഡെസ്മ ത്രൂ ഇനിഷ്യൽ പ്രോസസ്സ് ചെയ്ത കാൻഡിഡേറ്റ്സിന് അല്ലെങ്കിൽ ഫുൾ പ്രോസസ്സ് ചെയ്ത കാൻഡിഡേറ്റ്സിനൊക്കെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി സർവീസസ് ഒക്കെ കൊടുക്കുക, ലൈക്ക് ഇൻ്റർവ്യൂ ഗൈഡൻസോ ഇൻ്റർവ്യൂ അസിസ്റ്റൻസ് ഒക്കെ കൊടുക്കുക. അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനാണ്. വിസിറ്റിംഗ് വിസ റെഫ്യൂസൽ ആയിട്ട് നമ്മുടെ അടുത്ത് റീഅപ്ലൈ ചെയ്യാൻ ഒത്തിരി കാൻഡിഡേറ്റ്സ് വരാറുണ്ട്. അവരുടെയൊക്കെ പ്രൊഫൈൽ നോക്കുമ്പോഴാണെങ്കിലും ചിലപ്പോൾ തന്നെയൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം നമുക്ക് ഒത്തിരി വർക്ക് ചെയ്യേണ്ടി വരുന്ന കേസസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഫണ്ട് ചിലപ്പോൾ പ്രോപ്പർ ആയിരിക്കില്ല, സോഴ്സ് പ്രോപ്പർ ആയിരിക്കില്ല, മെച്യൂരിറ്റി എത്രയാണെന്ന് അറിയാനുണ്ടാവില്ല,
എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്നും അറിയാതെ ജസ്റ്റ് വിസ ഫയൽ ചെയ്ത് വിസ റെഫ്യൂസൽ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എഗെയിൻ അത് അപ്ലൈ ചെയ്ത് ഒരു ഗ്രാൻഡ് ആക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആണ്, ഓൾറെഡി റെഫ്യൂസൽ വന്ന വിസ ആയതുകൊണ്ട്. സോ ഇങ്ങനത്തെ പ്രൊഫൈൽസ് കൂടുതലാണ്. ഗൈഡൻസ് കിട്ടാതെ ഇടയ്ക്ക് വെച്ച് സ്റ്റക്ക് ആവുക, വിസയുടെ സമയത്തുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഏജൻസീനെ കോൺടാക്ട് ചെയ്ത് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. അതല്ല ഇപ്പം എൻക്ലെക്സിൻ്റെ സ്റ്റേജ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാണ്, ഡിസിഷൻ പെൻഡിങ് ആണ്, പിന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ്, ആ ഒരു സ്റ്റേജിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രോസസ്സ് എല്ലാം അറിയാവുന്ന ഒരു കൺസൾട്ടൻസിക്ക് ഹാൻഡ് ഓവർ കൊടുക്കുക. അതല്ലാതെ നിങ്ങൾ ചെയ്യുമ്പോൾ കുറേ ഡിഫിക്കൽട്ടീസ് വരാനായിട്ടുള്ള ചാൻസസും ഉണ്ട്. നിങ്ങളുടെ ടൈം, മണി, എഫേർട്ട് ഇതെല്ലാം സേവ് ചെയ്യാനായിട്ടും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാണ്. സോ കൂടുതൽ ഡീറ്റെയിൽസിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റായി വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജായി കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.